പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോ ഉപമകൾ സെപ്പറേറ്റായി നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടി കാണുവാനും അത് പഠിക്കുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. ഏഴാമത്തെ ഉപമയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ലൂക്കോസിന് സുവിശേഷം 12 13 മുതൽ 21 വരെയുള്ള വാക്യത്തിനകത്ത് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഏതിലാണ് നമ്മൾ സമ്പന്നനാകേണ്ടത്? ഈ ലോകത്തിലെ വിഷയങ്ങളുടെ പുറകെ, അതോ ലോകത്തിൽ സമ്പന്നനാകാൻ ശ്രമിക്കുന്നു, അതോ ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നു? അതിനെക്കുറിച്ചുള്ള ഉപമയാണ്. അതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവം നിങ്ങളെ ഇതിൽ കൂടി അനുഗ്രഹിക്കട്ടെ. മൂഢനായ ധനവാൻ. ഓക്കെ, വളരെ ശ്രദ്ധിച്ചോണം. പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളതുമായ ഒരു വിഷയമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ചോണം. ഇത് വളരെ അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വിഷയമാണ്. ലൂക്കോസിന് 12 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പങ്കിടുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട്, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. എന്നോട് കഴിഞ്ഞ നാളുകളിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ദൈവദാസനെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള അവകാശം പങ്കിടുന്നതിന് വേണ്ടിയുള്ള വലിയ തർക്ക വിഷയത്തിൽ കിടക്കുകയാണ്. മോനച്ചൻ പാഷ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവദാസി, കർത്താവ് പറയാത്ത വിഷയത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കർത്താവ് ഇതിനകത്തിൽ ഇടപെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വേറൊരാള് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പ്രേലൈനിൽ തന്നെയാണ്, വേറൊരു പ്രേലൈനില്ല, എന്നോട് പറഞ്ഞു, ദേവദാസനെ, ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ മുതലെല്ലാം എടുത്തു നാട്ടിലുള്ളത്, അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനുവേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അത് നല്ല ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, അതിനുവേണ്ടി എന്തോ പ്രാർത്ഥിക്കാനാ? അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ ഏത് ചർച്ചയിലാണ് പോകുന്നത്? ആദ്യം ചോദിച്ചത്. പറഞ്ഞു, ഞങ്ങൾ യാക്കോബക്കാരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി എന്തോ പ്രാർത്ഥിക്കാനോ? ഒന്നും പ്രാർത്ഥിക്കാനില്ല. കാരണം നിങ്ങൾ വ്യവസ്ഥയിലുള്ളവരല്ല. ദൈവ വ്യവസ്ഥയിൽ ഇല്ലാത്തവന് അതിനുവേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിന്റെ ഗതി അനുസരിച്ച് പോയാൽ മതി. എന്നാൽ ദൈവ വ്യവസ്ഥയിലുള്ളവൻ എങ്ങനെയാ പറയുന്നത് നോക്കിക്കോണേ. മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതാർ. ദൈവമക്കളെ, ആരെങ്കിലും എന്തെങ്കിലും എടുത്താൽ അതിൻ്റെ പേരിൽ ചെന്ന് കുസ്തി പിടിക്കാൻ പോകരുത്, കേസിന് പോകരുത്, കർത്താവിനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കാനും പോകണ്ട. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. എങ്ങനെ ക്ഷമിക്കാൻ പഠിക്കുന്നത്? കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ക്ഷമയെക്കുറിച്ചല്ല ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇനിയും അതിനു വേണ്ടി കർത്താവ് ഒരു ഉപമ പഠിപ്പിക്കുകയാണ്. ആ ഉപമയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് 15 മുതൽ. പിന്നെ അവരവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു കൊള്ളുവീൻ, സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. അപ്പോൾ ആരാണ് പിടിച്ചെടുക്കുന്നത്? ദ്രവ്യാഗ്രഹി. കർത്താവ് പറയാണ്, ആ ദ്രവ്യാഗ്രഹിയോട് സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളാനാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് അനേകര് എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? ഇന്ന് ഓട്ടം എന്തിനു വേണ്ടിയാണ്? ഇന്ന് ഓട്ടം ഇങ്ങനെയാ. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും അല്ലെന്നുള്ള ചിന്തിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ദൈവഭാഗത്ത് വന്നപ്പോൾ മുതലേ പല ദൈവദാസന്മാരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്ക് അറിയത്തുമില്ലായിരുന്നു. യാക്കോബായ ഇതുപോലുള്ള പ്രസംഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയത്തുമില്ലായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവം അടക്കുന്നതിനും കൊണ്ടുപോകുന്നതിന് മുമ്പ് പെട്ടി വെച്ചപ്പോൾ 2 കൈയും വെളിയിലേക്കിട്ട് ആണ് പോരുന്നത്. ഞാനൊന്നും കൊണ്ടുവന്നില്ല, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് കൈ വെളിയിലേക്ക് ഇട്ടേക്കണമെന്ന് പറഞ്ഞു. അത് പ്രസംഗിക്കുന്ന എല്ലാവരും, അത് കേൾക്കുന്ന എല്ലാവരും ഇന്ന് എന്തിനു വേണ്ടി ഓടുന്നത്?
അലക്സാണ്ടർ ഇന്ത്യ വരെ പിടിച്ചെടുത്തു. പസഫിക്കിനോട് പറഞ്ഞു, നീ ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും പിടിച്ചെടുക്കുമായിരുന്നു. ഇന്ന് ദൈവമക്കൾ ആരെയെല്ലാം പിടിച്ചെടുക്കാനാണ് ഓടുന്നത്? ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് ഓടുക. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് ഓടുകയാണ്. കർത്താവ് പറയാണ്, പിന്നെ അവനവരുടെ സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വസ്തുവകയാണോ ജീവൻ ആധാരമായിരിക്കുന്നത്? അപ്പോൾ നമ്മൾ മറ്റുള്ളവർ കൂടെ അതിനുവേണ്ടി വഴക്കുണ്ടാക്കാൻ പോകണമോ? അവരോട് കേസിന് പോകണമോ? അതിനുവേണ്ടി പ്രാർത്ഥിക്കണമോ? ചിന്തിച്ചു നോക്കുക. അനേകം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് സഹോദരങ്ങളുമായിട്ട് അവരുടെ മുതലിന് വേണ്ടി. പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ലാത്ത കാര്യം പ്രാർത്ഥിച്ചാൽ പ്രയോജനമില്ല. പ്രയോജനമുണ്ട്. പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് കാശ് കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട് പലര്. പ്രയോജനം. ഒരു ഉപമയും അവനോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന് ഭൂമി നന്നായി വിളഞ്ഞു. ആ ഉപമയാണ്. ഒരു മനുഷ്യന് ഭൂമി നന്നായി വിളഞ്ഞു. പ്രൈസലോ പറഞ്ഞു, ധനവാനായ ഒരു മനുഷ്യന് ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയത് പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവകൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഇന്ന് അനേകര് അങ്ങനെ ഉള്ളവരുണ്ടോ ദൈവമക്കളിൽ? ഞാൻ കേട്ടിട്ടുള്ളത്, കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരെന്ന് പറയുന്നത് ഇപ്പം ആരാണെന്ന് നിങ്ങൾക്കറിയാം. ആരൊക്കെയാണ്? പ്രൈസ് ദി ലോർഡ്. ആർക്ക് വേണ്ടി സ്വരൂപിച്ചു വെക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവമോ അവനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. യേശു കർത്താവ് അതിന് കൺക്ലൂഷൻ പറയുകയാണ്. എന്താണ് പിന്നെ നമ്മൾ ഒരുക്കി വെക്കേണ്ടത്? ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഈ പോകാം. തനിക്ക് തന്നെ ദൈവവിഷയമായി നമ്മൾ സമ്പന്നരാകണം. ഏതിൽ സമ്പന്നരാകണം? എന്താണ് നിനക്ക് വേണ്ടത്? നീ പങ്കിടുന്ന വിഷയത്തിലോ സഹോദരന്മാരോടുള്ള വഴക്കിന്റെ വിഷയത്തിലോ അല്ല നീ ആയിത്തീരേണ്ടത്. നിന്റെ വിഷയം ദൈവ വിഷയമായി നീ സമ്പന്നനാകണം. ഇന്ന് ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കുന്നു? ദൈവവിഷയമായി സമ്പന്നനാകാനുള്ള ഓട്ടമാണോ അതോ ലോകപരമായി സമ്പാദിക്കാനുള്ള ഓട്ടമാണോ? ഏതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ശലോമൻ പറയുന്ന ഒരു വാക്കുകളുണ്ട് സഭാപ്രസംഗിയില്. ആകയാൽ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു. തിന്നു കുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യന് കീഴിൽ മറ്റൊന്നും നന്മയുമില്ല. ദൈവം സൂര്യന്റെ കീഴിൽ അവന് നൽകിയിരിക്കുന്ന ആഴ്കാലത്തിൽ അവന്റെ പ്രയത്നത്തിന് അവനോടുകൂടെ നിലനിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തെല്ലാം സമ്പാദിച്ച കൂട്ടിയ ശലോമൻ പറയുകയാണ്, നീ നോക്കിക്കോണം, സമ്പാദിക്കാൻ ഓടുന്നവൻ തികയത്തില്ല. ഇന്ന് ആർക്കും തികയത്തില്ല. തികഞ്ഞവരായിട്ട് ഇന്ന് ലോകത്തിൽ ഒരു വ്യക്തിയുമില്ല. $1,000,000 സമ്പാദിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അവൻ പറയും, അടുത്ത $1,000,000 ഉണ്ടെങ്കിലേ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് പോകത്തുള്ളൂ. $100 സമ്പാദിക്കുന്നവരോട് ചോദിച്ചാൽ പറയും, അടുത്ത $100 ഉണ്ടെങ്കിലേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. $1,000 ഉണ്ടാക്കുന്നവൻ പറയും, അടുത്ത 1000 ഉണ്ടെങ്കിലേ എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇന്ന് തികഞ്ഞവനായിട്ട് ആരുമില്ല ദൈവമക്കളെ.
തികഞ്ഞവരായി ആരെയും കാണുവാൻ പറ്റത്തില്ല. എന്നാൽ ദൈവിക വിഷയത്തിൽ നിങ്ങൾ സമ്പന്നരായാൽ, നാം ഓരോരുത്തരും സമ്പന്നരായാൽ, അതാണ് മുഖ്യ പ്രധാനം. അതിനുവേണ്ടി നമുക്ക് ചെവി കൊടുക്കുവാൻ കഴിയുമോ? സങ്കീർത്തനം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവരാരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു, സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുക, ദൈവ വിഷയമായി സമ്പന്നരാകുക, ഇതാണ് നമ്മുടെ ആവശ്യം. ഞാനിപ്പോ പ്രയർ ലൈനുകൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനേക സമയങ്ങൾ ചെലവഴിച്ച് പ്രയർ ലൈനുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ദൈവവചനം കേൾക്കുകയും പാടുകയും അതിനെ സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം ദൈവീക വിഷയത്തിൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുകയാണ്. പ്രയോജനമാണ്. അനേകർക്ക് ഇന്ന് സമയമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ ചോദിച്ചു, കർത്താവദാസന് സമയമുള്ളപ്പോൾ ഒന്ന് പറഞ്ഞു. ദേവദാസന് തീരെ സമയമില്ല. ചർച്ചയിൽ പോകുന്ന തന്നെ വലിയ ബുദ്ധിമുട്ടിയാ. എങ്ങനെങ്കിലും 12:30 എന്നുള്ള മണിയുടെ കണക്കനുസരിച്ച് ഇറങ്ങിക്കഴിഞ്ഞെങ്കിലേ എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. പ്രയോജനമാണ്. ആ സമയം ഇച്ചിരി ഞാൻ ലേറ്റായി വന്നെന്ന് പറഞ്ഞാലും എനിക്ക് ആ ടൈമിൽ എനിക്ക് പോയിരിക്കണം. എല്ലാവരും എന്ത് വിഷയത്തിൽ സമ്പന്നരാകാനായിട്ടിരിക്കുകയാണ്? ദൈവ വിഷയമായി. ഏത് വിഷയത്തിലാണ് ഓടുന്നത്? പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസമേ കിട്ടുന്നുള്ളൂ. ആ ഒരു ദിവസത്തിൽ 2.5 മണിക്കൂറെ മാക്സിമം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? വിശുദ്ധ സഭായോഗം കൂടുന്ന 8-ാം നാൾ നിങ്ങൾ വിശുദ്ധ സഭായോഗം കൂടണം. അന്ന് അസാമാന്യ വേല ഒന്നും ചെയ്യരുത്. അന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കണം. ദൈവ തീരുമാനമാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിനകത്ത് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തിൻ്റെ പുറകെയാണ് ഓടുന്നത്? ഈ ലോകത്തിൻ്റെ പുറകെയോ അതോ ദൈവ വിഷയമായി സമ്പന്നനാകുന്ന വിഷയത്തിലോ? ഏതിൻ്റെ പുറകെയാണ് ഓടുന്നത്? അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഉപമ ഇവിടെ അവസാനിപ്പിക്കാം.